ഹലോ എവരി വൺ. സോ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്ത ശേഷം ഇന്ന് പോയി തുടരും കണ്ടിട്ടിപ്പോൾ കുറച്ച് നേരം മുന്നേ തിരിച്ചു വന്നതേ ഉള്ളൂ. കാണണം എന്ന് ഒരുപാട് നാളായിട്ട് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഐ ഫൈനലി വാച്ച്ഡ് ഇറ്റ് ആൻഡ് I'm going to be telling you about what I thought. So let's get into it. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കാണാൻ പോകുന്നതിന് മുന്നേ എല്ലാവരും വളരെ പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു. പോസിറ്റീവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൗസ്ഫുള്ളായിട്ടൊക്കെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കണ്ടിട്ട് സ്കെപ്റ്റിക്കലായിരുന്നില്ല. വളരെ എനിക്കറിയാമായിരുന്നു നന്നായിരിക്കുമെന്ന്. കാരണം റെസ്പോൺസും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്കും നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് വളരെ ഒട്ടും ഡിസപ്പോയിൻ്റ് ആക്കാതെ അത് വളരെ ഭംഗിയായിട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഐ എം ഗ്ലാഡ് ടു സേ. പിന്നെ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് നമ്മൾ ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു മോഹൻലാൽ ഉണ്ടല്ലോ. ഇപ്പോൾ ദൃശ്യത്തിലൊക്കെ ഉള്ള പോലെ വളരെ ഇമോഷണലായ, വളരെ എന്താ പറയുക, ഒരു സാധാരണ ആൾ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. നമ്മളെ വീട്ടിൽ ഭയങ്കരമായിട്ട് ഒരുപാട് നല്ല അങ്ങനത്തെ പേഴ്സണലായിട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അത് ഏറ്റവും വലിയ നല്ല മൂവീസ്, പുള്ളിയുടെ ഏറ്റവും നല്ല ലൈനപ്പ് ഓഫ് മൂവീസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഈ ഇൻറ്റിമേറ്റ് നേച്ചറുണ്ട്. എല്ലാ സ്റ്റോറിയും അറ്റ് ഇറ്റ്സ് ഹാർട്ട് വളരെ ഇൻറ്റിമേറ്റ് ആൻഡ് ഫാമിലിയർ ആയിരിക്കും. ദിസ് ഈസ് നോ ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് എ റിട്ടേൺ ടു ഫോം, എല്ലാവരും പറയുന്ന പോലെ തന്നെ. ആൻഡ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതായത് നമുക്ക് ഫാൻ ബോയ് സാധനങ്ങൾ ഇങ്ങനെ വെറുതെ വെച്ച് ഇങ്ങനെ കയറ്റുമല്ല. ഫാൻ ബോയ് സാധനങ്ങൾ കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ, എന്നാൽ ഇത് തിരിച്ച് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഫാൻ ബോയ് ഉണ്ടാക്കിയ പടമാണ്. ആ പുള്ളി ഇതിൻ്റെ ഡയറക്ടർ ഒരു ഫാൻ ബോയ് ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സൂപ്പറായിരുന്നു. ഐ ആം റിയലി സാറ്റിസ്ഫൈഡ്. ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പ്രസീവായത് വില്ലനാണ്. ആക്ടിങ്ങിൻ്റെ കാര്യം എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് ഇതിൻ്റെ ക്യാരക്ടറൈസേഷനാണ്. കാരണം ഇതിൻ്റെ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കലാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഓഫ് കോഴ്സ് കാര്യങ്ങൾ സീരിയസ് ആകുമ്പോഴും നമ്മളെന്താണ് കണ്ടുപിടിക്കാൻ, എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ ഇവരിങ്ങനെ ആയിരിക്കും കണക്റ്റഡായി, വില്ലൻസ് ഇങ്ങനെ ആയിരിക്കും കണക്റ്റഡായി ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവർ ഇങ്ങനെ മാത്രമല്ല കണക്റ്റഡായിട്ടുണ്ടാവുക. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ മറ്റേ ഒരു സിനിമയിൽ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എനിവേ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ മോഹൻലാലിൻ്റെ ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് പലതും ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അറിയണമെന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ഡയലോഗ് പോലെ തന്നെ ഇവന്മാർ എന്തൊക്കെ കാണിക്കുമെന്ന് വിചാരിക്കുന്നു, ഇവന്മാരതിൻ്റെ 10 ഇരട്ടി കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ കമപ്പൻസ് കിട്ടുന്ന സമയത്ത്, ഇതിനെല്ലാം പകരം തിരിച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ലിറ്ററലി നമുക്ക് പിടിച്ചൊരു കൊടുക്കണമെന്നങ്ങ് തോന്നും. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്
ആസ്പെക്ട്സ് ഓഫ് ദിസ് മൂവി. കാരണം നമുക്ക് അത്ര ഇമോഷണലി കണക്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് പിടിച്ച് ഒരു വില്ലന്മാരെ നമുക്ക് കയറി എന്തെങ്കിലും ചെയ്യണം, ആ മെയിൻ വില്ലൻ ക്യാരക്ടറിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു. സോ പെർഫോമൻസിനെക്കാട്ടിലും എനിക്ക് അതിൻ്റെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോഴും പെർഫോമൻസ് ഓൺലി മാറ്റേഴ്സ് വെൻ യു ആർ വാച്ചിങ് ഇറ്റ്. നല്ലൊരു എന്തൊരു നല്ല ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ നമുക്കിത് കാണുമ്പോൾ നമ്മളെ പുള്ളിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് മാറ്റേഴ്സ്. പക്ഷേ ഞാനിപ്പോൾ മാറിയിരുന്ന് ചിന്തിക്കുമ്പോഴും ഇറ്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ് ഔട്ട്. അതുകൊണ്ട് ഞാൻ ഓൾ ഫ്രണ്ട്സ് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അയാൾ. അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഈ ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പണ്ട് മുതലേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ടു ഫോമാണ്. ഈ പണ്ട് മുതലേ മോഹൻലാലിൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന റോൾസ് എന്ന് പറയുമ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ പെട്ട പുള്ളി, ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടെ പുള്ളിയുടെ ക്യാരക്ടറിനെ ചവിട്ടി തേച്ച് പുള്ളിയുടെ എല്ലാ ക്രെഡിബിലിറ്റിയും എല്ലാ കാര്യങ്ങളൊക്കെ പോയിട്ട് പുള്ളിക്ക് പ്രാന്തായിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യും. മോസ്റ്റ്ലി ഇറ്റ് എൻഡ്സ് in most of the movies it ends in tragedy. പക്ഷേ ഇത് വാസ് എന്താ പറയുക, എല്ലാം കൂർത്തിണക്കി എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു ഇതുണ്ട്. എൻ്റെ ഫേവറേറ്റ് സീക്വൻസസ് എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു അടിയുണ്ട് എന്ന് പറഞ്ഞാൽ മാസാണ്. പക്ഷെ സാധാരണ മാസ് കാണിക്കുമ്പോൾ സ്റ്റൈലിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ. പക്ഷെ ഇത് ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അല്ല അത്രയും ബ്രൂട്ടലായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണക്റ്റായിട്ടില്ലെങ്കിൽ ഹീറോ വില്ലനസ് ആയി പോകും. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഹിയർ. ഇത് വളരെ ഒരു ഭംഗി നന്നായിട്ടുള്ളൊരു പടമാണ്. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആളിന് ഒരു കുറവുമില്ല. നിങ്ങളെല്ലാവരും പോയി കാണുക. എന്നെ ഫോളോ ചെയ്തതിനും എൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോ കാണുന്നതിനൊക്കെ എനിക്കിതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ താങ്ക് യു.